ഓക്കെ, ഇപ്പോൾ ഗുഡ് ഈവനിങ് ഓൾ. അപ്പം നമ്മളിന്ന് അനാറ്റമിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അനാറ്റമിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ഇതൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത കുറഞ്ഞ ഒരു ഏരിയ ആണ്, പക്ഷെ ചോദിക്കാം. എന്നാലും നമ്മുടെ മുന്നോട്ടുള്ള ക്ലാസ്സുകൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ അനാറ്റമി എന്താണ്, അതിൻ്റെ ബ്രാഞ്ചസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക് ടെർമിനോളജി, പാർട്സ് ഓഫ് ബോഡി, ഇതൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, അനാറ്റമി എന്താണ്? അനാറ്റമി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ സ്ട്രക്ചേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് അനാറ്റമി എന്ന് പറയുന്നത്. സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ബോഡി പാർട്സ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ടു വൺ അനദർ. ഓരോ സ്ട്രക്ചറും തൊട്ടടുത്ത സ്ട്രക്ചറിനോട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അതുപോലെ ആ സ്ട്രക്ചറിന്റെ ഓരോരോ കാര്യങ്ങൾ, അതിന്റെ പൊസിഷൻ എവിടെയാണ്, അതിന്റെ സൈസ് എത്രയാണ്, അതിനകത്ത് മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട്, അത് തൊട്ടടുത്ത സ്ട്രക്ചറുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇതിനെയൊക്കെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് അനാറ്റമി എന്ന് പറയുന്നത്. ഇനി ആ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു ഓർഗന്റെ ഫംഗ്ഷൻ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ ആ ഒരു ഓർഗൻ ഉള്ളത്, അതിനെ നമ്മൾ ഫിസിയോളജി എന്ന് പറയും. ആ ഒരു സ്റ്റഡിയെ ഫിസിയോളജി എന്ന് പറയും. സോ അനാറ്റമി ഈസ് ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് ബോഡി പാർട്സ് ആൻഡ് ദെയർ റിലേഷൻഷിപ്പ് ടു വൺ അനദർ. ഫിസിയോളജി ആണെങ്കിൽ സ്റ്റഡി ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ദ ബോഡി സ്ട്രക്ചർ മെഷീനറി. ആ ഒരു സ്ട്രക്ചറിന്റെ ഫംഗ്ഷൻ എന്താണ്, അത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്, ആ സ്റ്റഡിയാണ് ഫിസിയോളജി എന്ന് പറയുന്നത്. അനാറ്റമിയെ നമ്മൾ 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും അനാറ്റമിയെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഗ്രോസ് അനാറ്റമി അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് അനാറ്റമി എന്ന് പറയും. സെക്കൻഡ് വൺ ഈസ് മൈക്രോസ്കോപ്പിക് അനാറ്റമി. തേർഡ് വൺ ഈസ് ഡെവലപ്മെന്റൽ അനാറ്റമി. പിന്നെ സ്പെഷ്യലൈസ്ഡ് അനാറ്റമിയുടെ വേറെ കുറച്ച് ബ്രാഞ്ചസും ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഈ 3 പേരാണ് മാക്രോസ്കോപ്പിക് അനാറ്റമി അല്ലെങ്കിൽ ഗ്രോസ് അനാറ്റമി, മൈക്രോസ്കോപ്പിക് അനാറ്റമി ആൻഡ് ഡെവലപ്മെന്റൽ അനാറ്റമി. ഇപ്പൊ ഗ്രോസ് അനാറ്റമി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോസ് അനാറ്റമി അല്ലെങ്കിൽ ആ ഒരു നെയിം പറയുന്ന പോലെ തന്നെ മാക്രോസ്കോപ്പിക്, നമ്മൾ നേരെ നോക്കുമ്പോൾ കാണുന്ന സ്ട്രക്ചേഴ്സ്, അതായത് കുറച്ച് വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗങ്ങളുണ്ടല്ലോ ബോഡിയുടെ, ആ ഒരു ഏരിയ എല്ലാം നമ്മൾ പഠിക്കുന്നതിനെയാണ് ഈ ഗ്രോസ് അനാറ്റമി അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് അനാറ്റമി അല്ലെങ്കിൽ കഡാവറിക് അനാറ്റമി ഇങ്ങനെ പറയുന്നത്. ഇത് മൂന്നും ഒരേ ആൾ തന്നെയാണ്. ഗ്രോസ് അനാറ്റമി, കഡാവറിക് അനാറ്റമി അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് അനാറ്റമി എന്ന് പറയുന്നത്. അപ്പൊ ഈ മാക്രോസ്കോപ്പിക് അനാറ്റമിയെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റീജിയണൽ അനാറ്റമി, സിസ്റ്റമിക് അനാറ്റമി ആൻഡ് സർഫസ് അനാറ്റമി. സോ അപ്പം റീജിയണൽ അനാറ്റമി എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ, ആ ഒരു സ്ട്രക്ചറിനെ പറ്റിയിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ, അതിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്നതിനെയാണ് റീജിയണൽ അനാറ്റമി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഹെഡ് പഠിക്കുന്നു, അല്ലെങ്കിൽ നെക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആംസ്, ലെഗ്, ഇങ്ങനെ ഓരോരോ പാർട്ട്, അതിനെയാണ് നമ്മൾ റീജിയണൽ അനാറ്റമി എന്ന് പറയുന്നത്. ദെൻ സിസ്റ്റമിക് അനാറ്റമി എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമിക് അനാറ്റമി അഗൈൻ ആ ഒരു നെയിമിൽ പറയുന്ന പോലെ തന്നെ ഓരോ സിസ്റ്റത്തിനെ പറ്റിയിട്ടും അതിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ ഏതൊക്കെ സ്ട്രക്ചർ ഉണ്ട്, ആ ഒരു സ്ട്രക്ചർ എങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതിൻ്റെ പാർട്സ്, അതിൻ്റെ മറ്റ് ഡേറ്റാസ് ഒക്കെ നമ്മൾ പഠിക്കുന്നതിനെയാണ് സിസ്റ്റമിക് അനാറ്റമി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ അനാറ്റമി പഠിക്കും, കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൻ്റെ അനാറ്റമി പഠിക്കും. അപ്പൊ അങ്ങനെ ഓരോ സിസ്റ്റത്തിൻ്റെയും അനാറ്റമി പഠിക്കുന്നതിനെയാണ് സിസ്റ്റമിക് അനാറ്റമി എന്ന് പറയുന്നത്. ദെൻ സർഫസ് അനാറ്റമി ഉണ്ട്. സർഫസ് അനാറ്റമി എന്താണ്? അതായത് സ്റ്റഡി ഓഫ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ആസ് ദി റിലേറ്റഡ് ടു ദ ഓവർലൈങ് സ്കിൻ. ആ ഒരു സ്കിന്നിനെ റിലേറ്റ് ചെയ്ത് അതിനകത്തേക്ക് വരുന്ന സ്ട്രക്ചേഴ്സ്. അപ്പൊ നമ്മൾ സ്കിന്നിൽ നിന്ന് അകത്തേക്ക് പോകുമ്പോഴത്തേക്കും അതിന്റെ അണ്ടർലൈങ് ആയിട്ട് വരുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ ഫേഷ്യ, ഡീപ് ഫേഷ്യ, സൂപ്പർഫിഷ്യൽ ഫേഷ്യ, അതിനകത്തേക്ക് മസിൽസ്. അപ്പൊ അങ്ങനെ ആ സ്കിന്നിനടിയിലേക്ക് വരുന്ന ഇന്റേണൽ സ്ട്രക്ചേഴ്സ്, അവരെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് സർഫസ് അനാറ്റമി എന്ന് പറയുന്നത്. സോ അപ്പൊ നമുക്ക് അനാറ്റമി മെയിൻ ആയിട്ട് നമ്മൾ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഗ്രോസ് അനാറ്റമി അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് അനാറ്റമി, മൈക്രോസ്കോപ്പിക് അനാറ്റമി ആൻഡ് ഡെവലപ്മെന്റൽ അനാറ്റമി. അതിൽ നമ്മൾ ഗ്രോസ് അനാറ്റമി എടുത്തു. ഗ്രോസ് അനാറ്റമി എടുത്തപ്പോൾ അത് വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തു: റീജിയണൽ, സിസ്റ്റമിക് ആൻഡ് സർഫസ് അനാറ്റമി. സോ റീജിയണൽ അനാറ്റമി എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പാർട്ട്, അതിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് റീജിയണൽ അനാറ്റമി. സിസ്റ്റമിക് അനാറ്റമി എന്ന് പറയുന്നത് ഒരു സിസ്റ്റം, അപ്പൊ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ സിസ്റ്റം, ഇങ്ങനെ ഒരു സിസ്റ്റത്തിനെ പറ്റിയിട്ട് പഠിക്കുന്നതാണ് സിസ്റ്റമിക് അനാറ്റമി എന്ന് പറയുന്നത്. ദെൻ സർഫസ് അനാറ്റമി ഉണ്ട്. സർഫസ് അനാറ്റമി എന്ന് പറയുന്നത് സ്കിന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഇന്റേർണലി വരുന്ന സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ട് പഠിക്കുന്നതിനാണ് സർഫസ് അനാറ്റമി എന്ന് പറയുന്നത്. ഇത്രയാണ് ആ ഒരു ഗ്രോസ് അനാറ്റമിയുടെ ഡിവിഷൻ ആയിട്ട് വരുന്നത്.
then ഇനി മൈക്രോസ്കോപ്പിക് അനാട്ടമി ഉണ്ട്. മൈക്രോസ്കോപ്പിക് അനാട്ടമി എന്താണ്? കുറച്ചും കൂടി ഡീപ്പായിട്ട് ഇതിന്റെ ഓരോന്നിന്റെയും ഉള്ളിലേക്ക് എന്താണ്, ഓരോ പാർട്ടിന്റെ അല്ലെങ്കിൽ ഓരോ ഓർഗന്റെയും ഉള്ളിലേക്ക് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു ഓർഗൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്, ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്ന എന്തൊക്കെ കൊണ്ടാണ്, അതിനെയൊക്കെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് നമ്മൾ മൈക്രോസ്കോപ്പിക് അനാട്ടമിയിലേക്ക് വരുന്നത്. അപ്പൊ അതിൽ രണ്ട് ഡിവിഷൻസ് ആണ്, സൈറ്റോളജിയും ഹിസ്റ്റോളജിയും. സൈറ്റോളജി മീൻസ് സ്റ്റഡി ഓഫ് സെൽ, ഏതൊക്കെ സെല്ല് കൊണ്ടാണ് ഒരു പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ദെൻ ഹിസ്റ്റോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, ഏതൊക്കെ ടിഷ്യൂസ് കൊണ്ടിട്ടാണ് ഒരു പാർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, അതാണ് ഹിസ്റ്റോളജിയിൽ വരുന്നത്. സോ മൈക്രോസ്കോപ്പിക് അനാട്ടമിയിൽ വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, സൈറ്റോളജി ആൻഡ് ഹിസ്റ്റോളജി. സൈറ്റോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സെല്ലാണ്, ഹിസ്റ്റോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. ദെൻ മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ഡെവലപ്മെന്റൽ അനാട്ടമിയാണ്. ഡെവലപ്മെന്റൽ അനാട്ടമി എന്ന് പറയുന്നത്, അതായത് നമ്മളൊരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് അത് പിന്നീട് ഓരോ പാർട്സ് ആയിട്ട് അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ലൈഫിന്റെ ആ ഒരു ഡെവലപ്മെന്റിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡെവലപ്മെന്റിൽ ഓരോ സ്ട്രക്ചേഴ്സും എങ്ങനെ ഒരു രൂപാന്തരപ്പെട്ട് വരുന്നു എന്നുള്ളതിന്റെ ഒരു സ്റ്റഡിയാണ് ഡെവലപ്മെന്റൽ അനാട്ടമി എന്ന് പറയുന്നത്. ഇപ്പൊ ഡെവലപ്മെന്റൽ അനാട്ടമിയിൽ വരുന്നതാണ് എംബ്രിയോളജി. എംബ്രിയോളജി മീൻസ് സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റൽ ചേഞ്ചസ് ഓഫ് ദ ബോഡി ബിഫോർ ബർത്ത്. ആ ഒരു ബർത്തിന് മുന്നേ എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് വരുന്നു, സെൽ ഡിവിഷൻ ഒക്കെ നമ്മൾ ആ ടൈമിൽ പഠിക്കാറുണ്ട്, അതൊക്കെ എംബ്രിയോളജിയിൽ വരുന്നതാണ്. ഏത് സെല്ലിൽ നിന്ന് എന്തൊക്കെ ഓർഗൻസ് ഫോം ചെയ്യുന്നു, ഇതൊക്കെയാണ് എംബ്രിയോളജിയിൽ വരുന്നത്. സോ മൂന്നാമത്തെ കാറ്റഗറി ഡെവലപ്മെന്റൽ അനാട്ടമി ആയിരുന്നു. ഡെവലപ്മെന്റൽ അനാട്ടമിയുടെ ബ്രാഞ്ചാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. എംബ്രിയോളജി മീൻസ് നമ്മൾ ആ ബർത്തിന് മുന്നേ ആയിട്ട് എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് നമ്മളെ ബോഡിയിൽ എന്തൊക്കെ ചേഞ്ചസ് വരുന്നു അനാട്ടമിക്കലി, അതായത് ഏതൊക്കെ സ്ട്രക്ചേഴ്സ് നമുക്ക് എപ്പോഴൊക്കെ രൂപപ്പെട്ട് വരുന്നു, എങ്ങനെയൊക്കെയാണ് അത് രൂപപ്പെട്ട് വരുന്നത്, എവിടെ നിന്ന് രൂപപ്പെട്ട് വരുന്നു, ഇതൊക്കെയാണ് എംബ്രിയോളജിയിൽ വരുന്നത്. ദെൻ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചസ് ഉണ്ട്, അതിപ്പോൾ പത്തോളജിക്കൽ അനാട്ടമി ഉണ്ട്, റേഡിയോഗ്രാഫിക് അനാട്ടമി ഉണ്ട്, കമ്പാരിറ്റീവ് അനാട്ടമി ഉണ്ട്, എക്സ്പെരിമെന്റൽ അനാട്ടമി, ഫിസിക്കൽ ആന്ത്രപ്പോളജി, ജനറ്റിക്സ്, ഇതൊക്കെ സ്പെഷ്യലൈസ്ഡിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ മൂന്ന് പേരെ ഓർത്തിരിക്കുക, മാക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക് ആൻഡ് ഡെവലപ്മെന്റൽ അനാട്ടമി. പത്തോളജിക്കൽ അനാട്ടമി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രക്ചറിന് ആ ഒരു ഡിസീസ് വരുമ്പോൾ അത് അനാട്ടമിക്കലി ആ ഒരു സ്ട്രക്ചറിന് എങ്ങനെയൊക്കെ ചേഞ്ചസ് വരും എന്നുള്ളതാണ് പത്തോളജിക്കൽ അല്ലെങ്കിൽ ക്ലിനിക്കൽ അനാട്ടമി. റേഡിയോഗ്രാഫിക് അനാട്ടമി നമുക്കറിയാം, എക്സ്റേയിലൂടെ നമ്മൾ ബോൺസിനെ പഠിക്കുമല്ലോ, അതാണ് ഈ റേഡിയോഗ്രാഫിക് അനാട്ടമിയിൽ വരുന്നത്. അപ്പൊ ഇത്രയാണ് അനാട്ടമിയുടെ മെയിൻ സബ് ഡിവിഷൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, ഗ്രോസ് അനാട്ടമി അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് അനാട്ടമി, മൈക്രോസ്കോപ്പിക് അനാട്ടമി ആൻഡ് ഡെവലപ്മെന്റൽ അനാട്ടമി. ഗ്രോസ് അനാട്ടമിക്ക് വീണ്ടും മൂന്ന് ഡിവിഷൻസ് ആണ്, റീജിയണൽ, സിസ്റ്റമിക് ആൻഡ് സർഫസ് അനാട്ടമി. മൈക്രോസ്കോപ്പിക്കിന് രണ്ട് ഡിവിഷൻസ് ആണ്, സൈറ്റോളജി ആൻഡ് ഹിസ്റ്റോളജി. ഹിസ്റ്റോളജി എന്തായിരുന്നു? സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. സ്റ്റഡി ഓഫ് ടിഷ്യൂ. അതെ, ടിഷ്യൂസ് ആണ് ഹിസ്റ്റോളജി. സെൽ ആണെങ്കിൽ സെല്ലാണെങ്കിൽ സൈറ്റോളജിയാണ്. ദെൻ ആ ഒരു ബർത്ത് വരെയുള്ള ഡെവലപ്മെന്റിന്റെ സ്റ്റഡിയാണ് എംബ്രിയോളജി എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ആ ഒരു ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഏറ്റവും ബേസിക് ആയിട്ട് എന്താണ്, ആറ്റംസ് ആണല്ലേ, ഒരു കെമിക്കൽ ആറ്റംസ് ആണ്. ഈ ആറ്റംസ് ചേർന്നിട്ട് മോളിക്യൂൾസ് ആകും. അങ്ങനെ പല മോളിക്യൂൾസ് ചേർന്നിട്ടാണ് നമ്മുടെ സെല്ല് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഒരു ബേസ് ആയിട്ട്, ലിവിങ് യൂണിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത് സെല്ലാണ്. ലിവിങ് ബോഡിയുടെ ഒരു ബേസ് യൂണിറ്റ് ആയിട്ട് പറയുന്നത് സെൽസ് ആർ ദ സ്മോളസ്റ്റ് ലിവിങ് യൂണിറ്റ് ഓഫ് ബോഡി. അങ്ങനെ പലതരത്തിലുള്ള സെല്ലുകൾ ചേർന്നിട്ടാണ് എന്ത് ചെയ്യും, ടിഷ്യൂസ് ഫോം ചെയ്യും. അപ്പോൾ ടിഷ്യൂസ് മീൻസ് ഗ്രൂപ്പിംഗ് ഓഫ് സെൽസ് വർക്കിംഗ് ടുഗദർ, കുറെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന കുറെ സെൽസ് ചേർന്നിട്ട് വരുന്നതാണ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ലിവിങ് യൂണിറ്റിന്റെ ഒരു ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് സെൽസ് ആണ്. അങ്ങനെ കുറെ സെൽസ് ചേർന്ന് ഒരേപോലെ വർക്ക് ചെയ്യുന്ന ടിഷ്യൂസ് ആകും. ദെൻ അങ്ങനെ അതുപോലെ ഒരേപോലെ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഓർഗൻ ആയിട്ട് മാറും. ഇനി പല ഓർഗൻസ് ചേർന്നിട്ട് ഒരു സിസ്റ്റമായിട്ട് മാറുന്നത്. So cells are the smallest living unit of body. Tissues is a grouping of like cells working together. An organ is a structure composed of several different tissues performing a particular function. ഒരു പ്രത്യേക ഫംഗ്ഷന് വേണ്ടിയിട്ട് അസൈൻ ചെയ്യും, കുറേ ടിഷ്യൂസ് ചേർന്നിട്ട്
ഒരു പ്രത്യേക ഫങ്ഷൻ ചെയ്യുന്ന ഒരു ഓർഗനായിട്ട് മാറും. അങ്ങനെ ഒരേ ഫങ്ഷനിൽ വരുന്ന കുറേ ഓർഗൻസ് കൂടിച്ചേർന്നിട്ട് ഒരു സിസ്റ്റമായിട്ട് ഡെവലപ്പ് ചെയ്യും. സോ ഇപ്പോൾ ഇത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിസ്റ്റത്തിന്റെ ഒരു ഓർഗനൈസേഷൻ, ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. സെൽസ് കൂടിച്ചേർന്നിട്ട് ടിഷ്യൂസ് ആകും. അങ്ങനെ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന ടിഷ്യൂസ് കൂടിച്ചേർന്നിട്ട് ഓർഗൻസ് ആകും. ഇപ്പം സ്റ്റൊമക്ക് ആകാം, സ്മോൾ ഇൻഡസ്റ്റൈൻ ആകാം, ഈസോഫാഗസ് ആകാം, അങ്ങനെ ഓരോ ഓർഗൻസ് ആകും. അങ്ങനെ അപ്പോൾ ഇവരെല്ലാവരും ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗൻസ് ആണ്. ഇപ്പം ഈസോഫാഗസ് ആയാലും സ്റ്റൊമക്ക് ആയാലും ഇൻഡസ്റ്റൈൻ ആയാലും ഒക്കെ. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു സിസ്റ്റമായിട്ട് മാറും. ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ സിസ്റ്റമായിട്ട് മാറും. ദെൻ അങ്ങനത്തെ പല സിസ്റ്റംസ് ചേർന്ന് വരുന്നതാണ് നമ്മുടെ ബോഡി അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക് യൂണിറ്റ് ഈസ് സെൽ, സെൽ ചേർന്നിട്ട് ടിഷ്യൂ, ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻ, ഓർഗൻ ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം, ദെൻ ഫൈനലി ഓരോ സിസ്റ്റം, പല ഫങ്ഷൻസ് വരുന്ന സിസ്റ്റംസ് ചേർന്നിട്ട് ഓർഗാനിസം അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഓരോ ഓർഗൻസിൻ്റെയും സിറ്റുവേഷൻ എവിടാന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. യൂട്യൂബിലൊക്കെ കിട്ടും കേട്ടോ. ജസ്റ്റ് എവിടെയാണ് ആ ഒരു സിറ്റുവേഷൻ എന്ന് മനസ്സിലാക്കി വെക്കുക. കറക്റ്റായിട്ട് പൊസിഷൻസ് നമുക്ക് ഓരോ സിസ്റ്റം വരുമ്പോൾ അല്ലെങ്കിൽ ഓരോ ഓർഗൻ പഠിക്കുമ്പോൾ അവിടെ ആയിട്ട് നോക്കിപ്പോവാം. അപ്പം മസിൽസിന് ശേഷം ഇന്റേർണലി റിബ്സ് ആണ്, റിബ് കേജ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തേക്കാണ് ലങ്സ്, അതിന് അടിയിലേക്കാണ് ലിവർ വന്നിട്ടുണ്ട്, നമ്മുടെ GIT ആ ഒരു സിസ്റ്റം വന്നിട്ടുണ്ട്. ദെൻ ഹാർട്ട് അതിൻ്റെ താഴെ പൊസിഷനിൽ, ബാക്ക് സൈഡിലായിട്ട് കിഡ്നി വന്നിട്ടുണ്ട്. അപ്പം ഇത്രയും ഓർഗൻസ് നമുക്ക് ഇനി പഠിക്കാനായിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം അവരുടെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക എവിടെയാണെന്നുള്ളത്. നമ്മുടെ ചെസ്റ്റ് പോർഷനിൽ ആരൊക്കെ ഉണ്ട്, താഴെ വയറിൻ്റെ അബ്ഡമിൻ്റെ പോർഷനിൽ ആരൊക്കെ ഉണ്ടെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ അനാറ്റമിക്കൽ ടെർമിനോളജീസ് അതിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അനാറ്റമിക്കൽ പൊസിഷൻ. അനാറ്റമിക്കൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ ഫിഗർ നോക്കുക, അനാറ്റമിക്കൽ പൊസിഷൻ എങ്ങനെയാണെന്ന് നോക്കുക. നമ്മൾ ബോഡി എറക്റ്റ് ആയിരിക്കണം, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. ഹെഡ്, ഐസ്, ടോസ് ഇതെല്ലാം ഫ്രണ്ടിലേക്കായിരിക്കണം. ലിംസ് സൈഡ്സ് ഓഫ് ദ ബോഡി, കൈകൾ രണ്ടും ബോഡിയുടെ സൈഡിലേക്ക്, അതുപോലെ തന്നെ പാംസ് ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കണം. അപ്പോൾ അതാണ് അനാറ്റമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. ബോഡി എറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. നമ്മുടെ ഐസ് ഫ്രണ്ടിലേക്കായിരിക്കണം. അതുപോലെ കാൽപാദം ഫ്രണ്ടിലേക്ക് ചൂണ്ടി നിൽക്കണം. ലിംസ് ബൈ സൈഡ്, കൈകൾ രണ്ടും സൈഡിലേക്ക്, അത് പാംസ് ഫ്രണ്ടിലേക്ക് തിരിച്ചു വെച്ചിരിക്കണം. അങ്ങനെ ആ ഒരു പൊസിഷനെയാണ് നമ്മൾ അനാറ്റമിക്കൽ പൊസിഷൻ എന്ന് പറയുന്നത്. സോ അനാറ്റമിക്കൽ പൊസിഷൻ മീൻസ് ബോഡി എറക്റ്റ് ആണ്, ഹെഡ്, ഐസ്, ടോസ് ഡയറക്റ്റഡ് ഫോർവേഡ്സ്, limbs at sides of body, palms directed forwards. ഓരോ റീജിയൻസിനെയും എന്താണ് പറയുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ സെൻട്രൽ റീജിയൻ എന്ന് പറയുന്നത് ഹെഡും നെക്കും കൂടെ ചേരുന്ന ആ ഒരു പോർഷൻ. ദെൻ ട്രങ്ക് മീൻസ് ബോഡിയുടെ നെക്കിൽ തുടങ്ങിയിട്ട് നമ്മുടെ ഹിപ്പിന് തൊട്ട് മുകളിലുള്ള പോർഷൻ വരെയാണ് ട്രങ്ക് എന്ന് പറയുന്നത്. സോ അത്രയും പോർഷനെയാണ് സെൻട്രൽ പോർഷൻ ഓഫ് ദ ബോഡി എന്ന് പറയുന്നത്. സെൻട്രൽ റീജിയനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? ഹെഡ് വരുന്നുണ്ട്, നെക്ക് വരുന്നുണ്ട്, ട്രങ്ക് വരുന്നുണ്ട്. അപ്പം ട്രങ്കിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ട്രങ്കിനെ വീണ്ടും തോറാക്സ്, അബ്ഡമൻ, പെൽവിസ് ഇങ്ങനെ മൂന്നായിട്ട് വീണ്ടും ട്രങ്കിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഫിഗറും കൂടെ നോക്കിക്കോളാം. ഫസ്റ്റ് ഹെഡും നെക്കും വന്നിട്ടുണ്ട്, അതിനുശേഷം ട്രങ്കിലേക്ക് വരുമ്പോഴത്തേക്ക് എന്താണ്? തൊറാക്സ് മീൻസ് ചെസ്റ്റിന്റെ റീജിയനെ പറയുന്ന പേരാണ് തൊറാക്സ്. then അതിന് താഴത്തേക്ക് അബ്ഡമൻ മീൻസ് വയറിന്റെ പോർഷനെ പറയുന്ന പേരാണ് അബ്ഡമൻ. ദെൻ പെൽവിക് ഏരിയ, അതിന് താഴത്തെ പോർഷനാണ് പെൽവിക് ഏരിയ ആയിട്ട് വരുന്നത്. ഈ മൂന്ന് റീജിയനും കൂടെ വരുന്നതാണ് ട്രങ്ക് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് ബാക്ക് സൈഡിലും വരുന്നുണ്ട് ആ ഒരു ട്രങ്ക് പോർഷൻ നോക്കിക്കോളാം. ഡോർസൽ റീജിയനിലും വരുന്നുണ്ട് ആ ഒരു ട്രങ്കിന്റെ പോർഷൻ, ബാക്ക് സൈഡിലും വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചെസ്റ്റ് അല്ലെങ്കിൽ തൊറാക്സ് റീജിയൻ, അബ്ഡമൻ, പെൽവിസ് ഇത് മൂന്നും കൂടെ ചേർന്നതാണ് ട്രങ്ക്. അപ്പൊ ഹെഡ് ആൻഡ് നെക്കായി, ട്രങ്കായി, ദെൻ താഴത്തേക്ക് ലോവർ ലിംസ് വരുന്നുണ്ട്, സൈഡിലേക്ക് അപ്പർ ലിംബ്, രണ്ട് കൈകൾ. അതിൽ കൈയെ വീണ്ടും നമ്മൾ ആം, ഫോർ ആം, റിസ്റ്റ്, ഹാൻഡ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആം മീൻസ് കൈമുട്ടിന് മുകളിലേക്കുള്ള പോർഷൻ,
ഫോറാം എന്ന് പറയുന്നത് കൈമുട്ടിന്റെ താഴത്തേക്കുള്ള പോർഷൻ, ദെൻ റിസ്റ്റ് ആ ഒരു കൈപ്പത്തി വന്ന് ചേരുന്ന ആ ഒരു റീജിയൻ, ദെൻ ഹാൻഡ് കൈപ്പത്തി. ഇത്രയാണ് അപ്പർ ലിംബിന്റെ പോർഷൻ ആയിട്ട് വരുന്നത്. ദെൻ ലോവർ ലിംബ് വരുമ്പോൾ എങ്ങനെ അതുപോലെ തന്നെ തൈ ഉണ്ട്, തുട എന്ന് പറയുന്ന പോർഷൻ. ദെൻ താഴത്തേക്ക് കാൽമുട്ടിന്റെ താഴത്തേക്കുള്ളത് ലെഗ് എന്ന് പറയും. ദെൻ ഫൂട്ട്, പാദം വന്ന് ചേരുന്ന ആ ഒരു റീജിയൻ ആങ്കിൾ, ദെൻ കാൽപാദം ഫൂട്ട്. ഇത് ഇത്രയാണ് ലോവർ ലിംബിൽ വരുന്നത്. ദെൻ ഫൈനലി ബാക്ക് ആൻഡ് സ്പൈൻ, നട്ടല് ബാക്ക് റീജിയനും കൂടെ വരുന്നതാണ് ആ ഒരു ഫൈനൽ പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റീജിയൻസിനകത്ത് മെയിനായിട്ടും വരുന്നത് ഹെഡ് ആൻഡ് നെക്ക് ഉണ്ട്, ട്രങ്ക് ഉണ്ട്, ട്രങ്കിന് വീണ്ടും തൊറാക്സ്, അബ്ഡമൻ, പെൽവിസ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ആ ഒരു സെൻട്രൽ റീജിയനിലേക്ക് വന്നു ചേരുന്നവരാണ് നമ്മൾ അപ്പൻഡേജസ് എന്ന് പറയുന്ന അപ്പർ ലിംബും ലോവർ ലിംബും, ദെൻ ഫൈനലി ബാക്ക് ആൻഡ് സ്പൈൻ. അപ്പോൾ ഈ ഒരു ടേംസ് എല്ലാം നല്ല ഫെമിലിയർ ആയിരിക്കണം. ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ നമ്മൾ തൊറാക്സിലാണ് അല്ലെങ്കിൽ അബ്ഡമനിലാണ്, പെൽവിക് ഓർഗൻ ആണ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സിറ്റുവേഷൻ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഇതാണ് ആ ഒരു റീജിയൻസ് പറയുന്നത്. കുറച്ച് ടെർമിനോളജിയാണ്. ക്രേനിയൽ മീൻസ് സ്കള്ള് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ക്രേനിയൽ എന്നുള്ള ടേമാണ് യൂസ് ചെയ്യുന്നത്. സെർവൈക്കൽ എന്ന് പറഞ്ഞാൽ നെക്കിന്റെ പോർഷനിൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയാനാണെങ്കിൽ സെർവൈക്കൽ എന്ന് പറയും. ദെൻ ക്യുബൈറ്റൽ മീൻസ് എൽബോ, കൈമുട്ടിന്റെ റീജിയനിലുള്ള അനാട്ടമിക്കലി എന്തെങ്കിലും പാസ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യുബൈറ്റൽ എന്നാണ് യൂസ് ചെയ്യുന്നത്. ദെൻ കാർപ്പൽ എന്ന് പറയുന്നത് റിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കാർപ്പൽ എന്ന ടേമാണ് യൂസ് ചെയ്യുന്നത്. ദെൻ പറ്റല്ലാർ മീൻസ് നീയുടെ ഫ്രണ്ട്, കാൽമുട്ടിന്റെ ഫ്രണ്ട് പോർഷനെയാണ് നമ്മൾ പറ്റല്ലാർ എന്ന് യൂസ് ചെയ്യുന്നത്. ദെൻ ഓർബിറ്റൽ മീൻസ് കണ്ണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഓർബിറ്റൽ എന്ന ടേം കൊണ്ട് പറയും. ദെൻ തൊറാസിക് നമ്മൾ പറഞ്ഞ ചെസ്റ്റ് റീജിയൻ ആണ് തൊറാക്സ് എന്ന് പറയുന്നത്. ദെൻ ഇൻഗ്വൈനൽ എന്ന് പറയുന്നത് ഗ്രോയിൻ ആ ഒരു റീജിയനാണ് ഇൻഗ്വൈനൽ എന്ന് പറയുന്നത്. സോ അപ്പോൾ ക്രേനിയൽ മീൻസ് ക്രേനിയൽ എന്താണ്? ക്രേനിയൽ എന്നുള്ള ടേം നമ്മൾ സ്കള്ളാണ് ക്രേനിയൽ യൂസ് ചെയ്യുന്നത്. പൊപ്ലീറ്റിയൽ എന്താണ്? പൊപ്ലീറ്റിയൽ കാൽമുട്ടിന്റെ ഫ്രണ്ട് പോർഷൻ അവിടെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് പൊപ്ലീറ്റിയൽ എന്ന് പറയുന്നത്. ദെൻ ക്യുബൈറ്റൽ എന്താണ്? എൽബോ റിലേറ്റഡ് ആയിട്ടുള്ള. സെർവൈക്കൽ നെക്ക്. തൊറാസിക് എന്താണ്? ചെസ്റ്റ് ചെസ്റ്റ്. റീജിയൻ ആണ് തൊറാസിക്. റിസ്റ്റിന്റെ ആ ഒരു റീജിയൻ നമ്മൾ അനാറ്റമിക്കലി ഏത് ടേമാണ് യൂസ് ചെയ്യുന്നത്? കാർപ്പൽ. ഇനി വിസറൽ പെറൈറ്റൽ എന്ന് രണ്ട് ടേംസ് ഉണ്ട്. നിങ്ങൾ നേരത്തെ അനാറ്റമി നോക്കിയിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കും. വിസറൽ ലെയർ, പെറൈറ്റൽ ലെയർ, അങ്ങനെ പ്ലൂറയുടെ ഒക്കെ ലെയേഴ്സ് കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ വിസറൽ എന്ന് കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് വിസറ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഓർഗൻസിനെയാണ്. ഏതെങ്കിലും ഓർഗനെ നമുക്ക് ജനറൽ ആയിട്ട് വിസറ എന്ന് പറയാൻ പറ്റും. അപ്പം വിസറൽ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ മനസ്സിലാക്കേണ്ടത് റിലേറ്റഡ് ടു ആ ഓർഗനോട് തൊട്ട് നിൽക്കുന്ന പോർഷൻ എന്ന് മനസ്സിലാക്കുക. വിസറൽ എന്ന് പറഞ്ഞാൽ. പെറൈറ്റൽ എന്ന് പറഞ്ഞാൽ പുറത്താണെന്ന് ഉദ്ദേശിക്കുക. അതായത് ഈ വിസറലിന്റെയും പുറത്തായിട്ട് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ബോഡി ക്യാവിറ്റിയുടെ എഗൻസ്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു ലെയർ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചേഴ്സിനെയൊക്കെ നമ്മൾ പെറൈറ്റൽ ചേർത്തിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ പെറൈറ്റൽ പുറത്താണെന്ന് ആലോചിക്കുക, വിസറൽ അകത്താണെന്ന് ആലോചിക്കുക. വിസറൽ മീൻസ് വിസറ എന്ന് പറയുന്നത് ഓർഗൻ ആണ്. അപ്പൊ ആ ഒരു ഓർഗനോട് തൊട്ട് ചേർന്ന് വരുന്നതാണെന്ന് ആലോചിക്കുക വിസറൽ. അപ്പൊ വിസറൽ മീൻസ് പെർട്ടൈനിങ് ടു എ കവറിങ് ഓവർ ആൻ ഓർഗൻ. ആ ഓർഗനെ തൊട്ട് ചേർന്ന് വരുന്ന കവറിങ് ആണ് വിസറൽ. പെറൈറ്റൽ എന്ന് പറയുമ്പോൾ പെർട്ടൈനിങ് ടു എ കവറിങ് എഗെയിൻസ്റ്റ് ദ ക്യാവിറ്റി വാൾ. ആ ഒരു ക്യാവിറ്റി വാളിന് അകത്ത് വരുന്നതാണ് പെറൈറ്റൽ എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് ടേംസും കൂടെ, വിസറലും പെറൈറ്റലും. അപ്പൊ ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ വേറെ കുറച്ച് ടേംസിലേക്കാണ് പോകുന്നത്. സുപ്പീരിയറും ഇൻഫീരിയറും. സുപ്പീരിയർ മീൻസ് ആ ടേം പോലെ തന്നെ അതിന്റെ മീനിങ് വരുന്നത്. സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ
ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള മുകൾ ഭാഗം ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ സുപ്പീരിയർ എന്ന് പറയും. അപ്പൊ നമ്മളൊരു ഒരു ഓർഗൻ പറഞ്ഞിട്ട് അതിന്റെ റിലേഷൻ പറയാണ്, ഇതിന് സുപ്പീരിയർ ആയിട്ട് ഇന്ന ഇന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ ആ ഓർഗന്റെ മുകൾ വശത്തായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ പറഞ്ഞിട്ട് സുപ്പീരിയർ റിലേഷൻ പറയുമ്പോൾ അതിന് മുകളിലായിട്ട് ഇന്ന ഇന്ന സ്ട്രക്ചേഴ്സ് പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കുക. ദെൻ ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്ത് നമ്മൾ പറയുന്ന ആ സ്ട്രക്ചറിന്റെ ഇൻഫീരിയർ റിലേഷൻ മീൻസ് ആ സ്ട്രക്ചറിന്റെ താഴെ കൂടെ ഇന്ന ഇന്ന സ്ട്രക്ചേഴ്സ് പാസ് ചെയ്യുന്നുണ്ട് അങ്ങനെ മനസ്സിലാക്കുക. സോ സുപ്പീരിയർ ക്ലോസർ ടു ഹെഡ് ആണ്, ഇൻഫീരിയർ ക്ലോസർ ടു ഫീറ്റ് ആണ്. ആന്റീരിയർ പോസ്റ്റീരിയർ ഫ്രണ്ടും ബാക്കും ആണ്. സിംപ്ലി പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ആണ്. അപ്പൊ നമ്മൾ ആന്റീരിയർ മീൻസ് ഫ്രണ്ടിലേക്ക്, ക്ലോസർ ടു ദ ആന്റീരിയർ സർഫസ് ഓഫ് ദ ബോഡി. ദെൻ ഡോഴ്സൽ അല്ലെ പോസ്റ്റീരിയർ എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സർഫസ് ഓഫ് ബോഡി, പോസ്റ്റീരിയർ പാർട്ടിൽ ബാക്ക് സൈഡ് ആണ് പോസ്റ്റീരിയർ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ തന്നെ വെൻട്രൽ ഡോഴ്സൽ ഇങ്ങനെ രണ്ട് ടേംസ് യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ തൊറാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് കൂടുതലായിട്ടും ഈ വെൻട്രൽ ഡോഴ്സൽ ഈ രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നത്. സോ അപ്പൊ ആന്റീരിയർ എന്ന് പറയുന്നത് ഫ്രണ്ട് ആണെന്ന് ആലോചിക്കുക, പോസ്റ്റീരിയർ എന്ന് പറയുന്നത് ബാക്ക് ആണെന്ന് ആലോചിക്കുക. വെൻട്രലും ഡോഴ്സലും സെയിം മീനിങ്ങിൽ തന്നെയാണ് വരുന്നത്. സൂപ്പർഫിഷ്യൽ, ഡീപ്പ് ഈ രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നത്. സൂപ്പർഫിഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത് ആ ഒരു മുകളിലായിട്ട് വരുന്ന കവറിങ്ങിനെയാണ് സൂപ്പർഫിഷ്യൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഡീപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനടിയിലേക്ക് പോകുന്ന സ്ട്രക്ചേഴ്സിനെയാണ്. നമ്മൾ സ്കിന്നിന്റെ ലെയേഴ്സ് ഒക്കെ പറയുമ്പോഴത്തേക്കും സ്കിന്നിന്റെ ഏറ്റവും മുകളിൽ എപ്പിഡെർമിസ് വരുന്നുണ്ടല്ലോ, അപ്പൊ അത് സൂപ്പർഫിഷ്യൽ ലെയർ എന്ന് പറയും. താഴത്തേക്കുള്ള ലെയേഴ്സിനെ നമ്മൾ ഡീപ്പ് ലെയേഴ്സ് എന്ന് പറയും. അപ്പൊ അങ്ങനെ മുകളിലും താഴെ ആ ഒരു മീനിങ്ങിലാണ് സൂപ്പർഫിഷ്യൽ ഡീപ്പ് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രോക്സിമൽ ഡിസ്റ്റൽ, ഇപ്സിലാറ്ററൽ കോൺട്രാലാറ്ററൽ ഇങ്ങനെ രണ്ട് ടേംസും കൂടെ വരുന്നുണ്ട്. പ്രോക്സിമൽ എന്ന് ഉദ്ദേശിക്കുന്നത് അടുത്ത്, ഡിസ്റ്റൽ ദൂരെ, ഇങ്ങനെ മീനിങ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ പ്രോക്സിമൽ വരുമ്പോൾ ആ ഒരു എവിടെയാണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിന്റിന്റെ തൊട്ടടുത്തായിട്ട് വരുന്ന ആളെയാണ് നമ്മൾ അതിന്റെ പ്രോക്സിമൽ റിലേഷൻ അല്ലെങ്കിൽ ക്ലോസർ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ പ്രോക്സിമൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിന്റെ ദൂരത്തേക്ക് വരുന്നത്. ഇപ്പൊ ഇവിടെ ഷോൾഡർ ജോയിന്റിനെ വെച്ചിട്ടാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ പ്രോക്സിമൽ എന്ന് കാണിച്ചേക്ക് നോക്കാം, ഷോൾഡർ ജോയിന്റിന്റെ അടുത്തേക്കായിട്ടാണ്. ദെൻ ഷോൾഡറിനെ വെച്ച് നമ്മുടെ ഫിംഗേഴ്സ് എവിടെയാണ്, ഡിസ്റ്റൽ ആണ് വരുന്നത് അല്ലെ. ഷോൾഡറിൽ നിന്ന് ദൂരെയായിട്ടല്ലേ ഫിംഗേഴ്സ് വരുന്നത്. സോ അപ്പം ഷോൾഡറിൽ നിന്ന് ഡിസ്റ്റലി ആണ് ഫിംഗേഴ്സ് പ്ലേസ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. അപ്പൊ പ്രോക്സിമൽ എന്ന് വെച്ചാൽ അടുത്താണ്, ഡിസ്റ്റൽ എന്ന് വെച്ചാൽ ദൂരെയാണെന്ന് ആലോചിക്കാം. ഇനി ഇപ്സിലാറ്ററൽ കോൺട്രാലാറ്ററൽ, ഇത് രണ്ടും നമ്മൾ ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന രണ്ട് ടേംസ് ആണ് ഈ ഇപ്സിലാറ്ററലും കോൺട്രാലാറ്ററൽ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ബ്രെയിൻ്റെ ലീഷൻ എന്തെങ്കിലുമൊക്കെ പത്തോളജി ഒക്കെ വരുന്ന സമയത്താണ് ഈ രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇപ്സിലാറ്ററൽ എന്ന് വെച്ചാൽ സെയിം സൈഡിൽ തന്നെ വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ഇപ്സിലാറ്ററൽ എന്ന് പറയുന്നത്. ദെൻ കോൺട്രാലാറ്ററൽ മീൻസ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പൊ നമ്മൾ ബ്രെയിൻ്റെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ തന്നെ കണ്ണിന് കാഴ്ച പോകുന്നത് വിചാരിക്കുക. അപ്പൊ അതിന്റെ ഇപ്സിലാറ്ററൽ ആയിട്ടാണ് ആ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത് നമ്മൾ പറയും. ഇനി റൈറ്റ് സൈഡിൽ എന്തെങ്കിലും പത്തോളജിക്കൽ കണ്ടീഷൻ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലെ കണ്ണിന്റെ കാഴ്ച പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അത് കോൺട്രാലാറ്ററൽ എന്ന് പറയും. അപ്പൊ ഇപ്സിലാറ്ററൽ എന്ന് പറയുമ്പം സെയിം സൈഡ്, കോൺട്രാലാറ്ററൽ എന്ന് പറയുമ്പോഴത്തേക്കും ഓപ്പോസിറ്റ് സൈഡ്. കോൺട്രാ മീൻസ് ഓപ്പോസിറ്റ് എന്നല്ലേ. അപ്പൊ കോൺട്രാലാറ്ററൽ മീൻസ് ഓപ്പോസിറ്റ് സൈഡ്, ഇപ്സിലാറ്ററൽ സെയിം സൈഡ്. ഇനി എക്സ്റ്റേണൽ ഇന്റേണൽ. എക്സ്റ്റേണൽ ഇന്റേണൽ മീൻസ് എക്സ്റ്റേണൽ പുറത്ത്, ഇന്റേണൽ അകത്തെന്ന് ആലോചിക്കുക. ഒരു സ്ട്രക്ചറിന്റെ പുറത്ത് എന്താണ്, അല്ലെങ്കിൽ ഒരു ഓർഗന്റെ പുറത്ത് എന്താണ്, അല്ലെങ്കിൽ അതിന്റെ അകത്ത് എന്താണ്, അങ്ങനെ പറയുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് എക്സ്റ്റേണലും ഇന്റേണലും. എക്സ്റ്റേണൽ മീൻസ് ഔട്ട്സൈഡ്, ഇന്റേണൽ മീൻസ് ഇൻസൈഡ്. മീഡിയൽ ലാറ്ററൽ. മീഡിയൽ മീൻസ് ഈ ഒരു ഫിഗറിനകത്ത് ആ ഒരു മിഡ് ലൈൻ കാണുന്നുണ്ടല്ലോ അല്ലേ. ഒരു ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു മിഡ് ലൈൻ വിസിബിൾ ആണല്ലോ അല്ലേ. ഓക്കെ, അപ്പൊ ആ മിഡ് ലൈനോട് ചേർന്ന് വരുന്നവരെ നമ്മൾ മീഡിയൽ എന്ന് പറയും.
പിന്നെ അതിൽ നിന്ന് ദൂരത്തേക്കുള്ളവരെ ലാറ്ററൽ എന്ന് പറയും. ഈ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത് കൈയുടെ നമ്മുടെ കൈയുടെ രണ്ട് പോർഷൻസ് ആണ്. കൈയുടെ ചെറുവിരലിന്റെ ആ ചേർന്ന് വരുന്ന ഭാഗം നമ്മൾ ആ ഒരു അനാട്ടമിക്കൽ പൊസിഷനിൽ നിൽക്കുമ്പോൾ ചെറുവിരലിനോട് ചേർന്ന് വരുന്ന കൈയുടെ ആ ഒരു റീജിയൻ വരുന്നത് നോക്കുക. മിഡ് ലൈനിനോട് അടുത്താണ്. തമ്പിന്റെ റീജിയനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മിഡ് ലൈനോട് അടുത്ത് വരുന്നത് നമ്മുടെ ആ ഒരു ചെറുവിരലിന്റെ ആ ഒരു റീജിയൻ ആണ്. അപ്പൊ ആ പോർഷൻ എന്ന് പറയുന്നത് മീഡിയൽ ആണ് നമ്മൾ പറയും. അപ്പുറത്ത് തമ്പിന്റെ ആ ഒരു റീജിയൻ വരുന്നത് ലാറ്ററൽ ആണെന്ന് പറയും. സോ അപ്പൊ മിഡ് ലൈനോട് ചേർന്ന് വരുന്നത് മീഡിയൽ ബോർഡറും അതിൽ നിന്ന് ദൂരത്തേക്ക് വരുന്നത് ലാറ്ററൽ ബോർഡറും. അങ്ങനെ ആലോചിക്കുക, മീഡിയലും ലാറ്ററലും. ഇതൊക്കെ ഒരു റിലേഷൻസ് അല്ലെങ്കിൽ തൊട്ടടുത്ത സ്ട്രക്ചേഴ്സ് എവിടെയൊക്കെയാണെന്ന് പറയുമ്പോഴാണ് ഈ ടേംസ് ഒക്കെ വരുന്നത് കേട്ടോ. അപ്പൊ ടേംസ് ഒക്കെ ക്ലിയർ ആണോ? ഡോഴ്സൽ വെൻട്രൽ എന്താണ്? ഡോഴ്സൽ വെൻട്രൽ വെൻട്രൽ ഫ്രണ്ട്, ഡോർസൽ ബാക്ക്. ഓക്കെ. സി ലാറ്ററൽ, കോൺട്രാലാറ്ററൽ എന്താണ്? സെയിം സൈഡ് Same side, opposite side. ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ടെർമിനോളജീസ് അത്രേ ഉള്ളൂ. ഇനി അനാട്ടമിക്കൽ പ്ലെയിൻസ് ആണ്. പ്ലെയിൻ ഓഫ് ഡിവിഷൻസ് ഉണ്ട്. ഓരോ പ്ലെയിനിലൂടെയാണ് നമ്മൾ ബോഡി ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെക്ഷൻ ആക്കിയിട്ട് അതിനെ സ്റ്റഡി ചെയ്യുന്നത്. ഇപ്പൊ ജസ്റ്റ് ഏതൊക്കെ പ്ലെയിനാന്നൊന്നും മനസ്സിലാക്കിയിരിക്കുക. കാരണം നമ്മൾ ഫിഗേഴ്സ് വരുമ്പോൾ ഓരോ പ്ലെയിനിൽ സെക്ഷൻ എടുത്ത ഫിഗേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പൊ അത് ഏത് പ്ലെയിനാന്നുള്ളത് അറിഞ്ഞിരുന്നാലേ കറക്റ്റ് ആയിട്ട് ആ ഒരു ഫിഗർ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയും പ്ലെയിൻസ്, 4 പ്ലെയിൻസ് ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. മീഡിയൻ, സജൈറ്റൽ അല്ലെങ്കിൽ മീഡിയൻ പ്ലെയിൻ എന്ന് പറയും. പാരാമീഡിയൻ അല്ലെങ്കിൽ സാജിറ്റൽ പ്ലെയിൻ, ഫ്രോണ്ടൽ അല്ലെങ്കിൽ കൊറോണൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. ഇങ്ങനെ 4 പ്ലെയിൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടും വരുന്നത്. അതിൽ മീഡിയൻ പ്ലെയിൻ എങ്ങനെയാണ് പാസ് ചെയ്യുന്നത് നോക്കുക. നമ്മുടെ ഒരു മിഡ് ലൈൻ പാസ് ചെയ്യുന്ന പോലെ തന്നെയാണ് മീഡിയൻ പ്ലെയിൻ പാസ് ചെയ്യുന്നത്. നേരെ പകുതിയായിട്ട് നമ്മുടെ നെറുകയിലൂടെ നേരെ പകുതിയാക്കിക്കൊണ്ട് പാസ് ചെയ്തു പോകുന്ന പ്ലെയിൻ ആണ് മീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ വെർട്ടിക്കൽ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ബോഡി, ഡിവൈഡിങ് ഇറ്റ് ഇൻറ്റു 2 ഈക്വൽ ഹാഫ്സ്, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ ആണ് മീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. മീഡിയൻ പ്ലെയിൻ അല്ലെങ്കിൽ വേറൊരു പേര് വെർട്ടിക്കൽ അല്ല, സോറി, മീഡിയൻ പ്ലെയിൻ അല്ലെങ്കിൽ മീഡിയൻ സജറ്റൽ. പാരാമീഡിയൻ പ്ലെയിനെയാണ് നമ്മൾ സജറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ പാരാമീഡിയൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? മീഡിയൻ പ്ലെയിനിന് പാരലൽ ആയിട്ട്. മീഡിയൻ പ്ലെയിൻ ഇതിലേ കൂടെയാണ് പാസ് ചെയ്യുന്നത്. നേരെ വെർട്ടിക്കലി നമ്മുടെ നെറുകയിലൂടെ പാസ് ചെയ്യുന്നതാണ് മീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ദെൻ അതിന് പാരലൽ ആയിട്ട്, അതായത് തലയിൽ കൂടെ പോകുന്നില്ല, ഇപ്പുറത്തെ ഷോൾഡറിന്റെ ആ ഒരു സൈഡിൽ കൂടെ ആയിരിക്കും പോകുന്നത്. പാരാമീഡിയൻ അല്ലെങ്കിൽ സജൈറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. മീഡിയൻ പ്ലെയിന് പാരലൽ ആയിട്ട് വരുന്ന പ്ലെയിൻ ആണ് പാരാമീഡിയൻ പ്ലെയിൻ അല്ലെങ്കിൽ സജൈറ്റൽ പ്ലെയിൻ. ഇനി ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ ഉണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലോറിന് പാരലായിട്ട് നേരെ ഹൊറിസോണ്ടലി വരുന്നതാണ്. മീഡിയൻ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും അന്നേരം ഹൊറിസോണ്ടൽ പ്ലെയിൻ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നേരെ നീളത്തിലാണ് മീഡിയൻ പ്ലെയിൻ വരുന്നത്, കുറുകെയാണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ വരുന്നത്. അപ്പൊ പാരലൽ ടു ഫ്ലോർ ആണ്, പെർപെൻഡിക്കുലർ ടു നമ്മുടെ മീഡിയൻ പ്ലെയിൻ. അപ്പം ബോഡിയെ ഇത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ ഹാഫ് ആയിട്ടായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നത്. മീഡിയൻ പ്ലെയിൻ ആണെങ്കിൽ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? വെർട്ടിക്കലി. വെർട്ടിക്കലി. എങ്ങനെ 2 ഹാഫ് ആക്കുന്നത്? ഈക്വൽ പാർട്ട് ആക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് പാർട്ട് ആക്കും. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഒരു അപ്പർ പാർട്ടും ഒരു ലോവർ പാർട്ടും, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാർട്ടായിട്ടായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിൻ ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു പ്ലെയിനും കൂടി ഉണ്ട്, കൊറോണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. കൊറോണൽ പ്ലെയിൻ അഗെയിൻ വെർട്ടിക്കൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്, പക്ഷേ നേരെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. മറ്റേത് നമ്മൾ എങ്ങനെയായിരുന്നു? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആയിട്ടായിരുന്നു ഡിവൈഡ് ചെയ്യുന്നത്. ഇത് പക്ഷേ അങ്ങനെയല്ല, ആൻറ്റീരിയർ പോസ്റ്റീരിയർ പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫ്രണ്ടിലൊരു പോർഷൻ, ബാക്കിലൊരു പോർഷൻ. അപ്പം നേരെ
ഡിവൈഡ് ചെയ്ത് പോകുന്ന പ്ലെയിൻ ആണ് കൊറോണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് മീഡിയൻ പ്ലെയിന് എഗെയിൻ പെർപെൻഡിക്കുലർ ആയിട്ടാണ് പോകുന്നത്. Coronal plane is the vertical plane perpendicular to median plane. Separate the body into anterior and posterior parts. ഇത്രയാണ് ഒരു പ്ലെയിൻ ഓഫ് ഡിവിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 4 പ്ലെയിൻസ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മീഡിയൻ സജൈറ്റൽ അല്ലെങ്കിൽ മീഡിയൻ പ്ലെയിൻ, ദെൻ പാരാമീഡിയൻ അല്ലെങ്കിൽ സജൈറ്റൽ പ്ലെയിൻ, ഫ്രോണ്ടൽ ഓർ കൊറോണൽ പ്ലെയിൻ, ഫൈനലി ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ. ഫസ്റ്റ് മീഡിയൻ പ്ലെയിൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ പ്ലെയിൻ, ഇത് നേരെ നമ്മളെ ബോഡിയെ 2 ഹാഫ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ് ആക്കുമെന്ന് ആലോചിക്കുക. അപ്പൊ അത് പാസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? നെറുകെ കൂടെ നേരെ ഈ ഈക്വൽ ആയിട്ട് റൈറ്റ് ഹാഫും ലെഫ്റ്റ് ഹാഫും ആക്കുന്ന പ്ലെയിൻ ആണ് മീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി പാരാമീഡിയൻ മീൻസ് മീഡിയന് പാരലൽ, അങ്ങനെ ആലോചിക്കുക. പാരാമീഡിയൻ മീൻസ് മീഡിയന് പാരലൽ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ മീഡിയൻ പ്ലെയിനിന്റെ പാരലൽ ആയിട്ട് വരണമെങ്കിൽ മീഡിയൻ നമ്മളെ തലയിൽ കൂടി മേളിൽ നിന്ന് താഴെ വരെയാണ് പാസ് ചെയ്ത് പോകുന്നത്. അപ്പൊ പാരാമീഡിയൻ പക്ഷെ ഷോൾഡറിന്റെ അവിടെ നിന്ന് നമ്മളെ 2 ഈക്വൽ ഹാഫ് ആയിരിക്കത്തില്ല, പക്ഷെ അവിടെ വരുന്നത് 2 ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യും. മീഡിയൻ പ്ലെയിനിന് പാരലൽ ആയിട്ട് ഷോൾഡറിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതാണ് പാരാമീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അഗൈൻ അതൊരു വെർട്ടിക്കൽ പ്ലെയിൻ ആണ്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ വെർട്ടിക്കൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ? ഫിഗറും കൂടി വെച്ച് നോക്കണേ. അപ്പൊ പാരാമീഡിയൻ അല്ലെങ്കിൽ സജൈറ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, പാരലൽ ടു മീഡിയൻ പ്ലെയിൻ. ഇനി ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിക്ക് കുറുകെ പാസ് ചെയ്യുന്ന പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അത് പാരലൽ ടു ഫ്ലോർ ആയിരിക്കും. ഫ്ലോറിന് പാരലൽ ആയിട്ട് പോകുന്ന പ്ലെയിൻ ആണ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. അത് നമ്മുടെ മീഡിയൻ പ്ലെയിൻ അപ്പൊ എങ്ങനെയായിരിക്കും വരുന്നത്? പാരലൽ ആയിട്ടായിരിക്കും പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്? പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ പാരലൽ ടു ഫ്ലോർ ആണ്, പെർപെൻഡിക്കുലർ ടു മീഡിയൻ ആൻഡ് കൊറോണൽ പ്ലെയിൻ. കൊറോണൽ പ്ലെയിൻ ഇനി വരുന്നേ ഉള്ളൂ പറയാം. അപ്പൊ ഇത് ബോഡിയെ 2 ഈക്വൽ ഹാഫ് ആക്കും. പക്ഷെ എങ്ങനെയാണ്? ഒരു അപ്പർ പാർട്ടും ലോവർ പാർട്ടും, സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ പാർട്ടായിട്ടായിരിക്കും ഹൊറിസോണ്ടൽ പ്ലെയിൻ ബോഡിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇനി കൊറോണൽ പ്ലെയിൻ. കൊറോണൽ പ്ലെയിൻ അത് ഫിഗർ നോക്കി മനസ്സിലാക്കുക. നമ്മളെ ബോഡിയെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്? ഒരു ഫ്രണ്ടിൽ ഒരു പോർഷൻ, ബാക്കിൽ ഒരു പോർഷൻ. ശരിക്കും പറഞ്ഞാൽ തലയുടെ ഫ്രണ്ടും ബാക്കും ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഹെഡ് തന്നെ ഫ്രണ്ട് ബാക്ക് അങ്ങനെ നേരെ പകുതിയാക്കുന്ന ഒരു പ്ലെയിൻ ആണ് കൊറോണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. കൊറോണൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളത്, മീഡിയൻ പ്ലെയിൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണെങ്കിൽ കൊറോണൽ പ്ലെയിന് മനസ്സിലാക്കാൻ പറ്റും. മീഡിയൻ പ്ലെയിൻ വെർട്ടിക്കലായിട്ട് നേരെ താഴേക്ക് പോകുന്നതാണ് മീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ ബോഡി ഫ്രണ്ടും ബാക്കും ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്ലെയിൻ ആണ് കൊറോണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഈ ഒരു കൊറോണൽ പ്ലെയിൻ? നമ്മുടെ ഏത് പോർഷൻ എടുത്താലും ഇപ്പൊ ഈ ഒരു പ്ലെയിൻ പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ നമ്മുടെ ഏത് പോർഷൻ എടുത്താലും അതിനൊരു ഫ്രണ്ട് പോർഷൻ ഉണ്ടായിരിക്കും, ഒരു ബാക്ക് പോർഷൻ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ കൈ എടുക്കുന്നു, കൈയുടെ ഒരു ആന്റീരിയർ പാർട്ടും പോസ്റ്റീരിയർ പാർട്ടും ആയിട്ട് ഡിവൈഡ് ചെയ്ത് അങ്ങനെ ഡിസെക്ട് ചെയ്ത് പോകുന്ന പ്ലെയിൻ ആണ് ഈ കൊറോണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? സാർ മാം, ഈ 2 പ്ലെയിൻ തമ്മിലുള്ള ഒരു അവിടെ വരുന്ന ഓർഗൻസ് എങ്ങനെയാ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എങ്ങനെയാണ് മനസ്സിലായില്ല? അല്ല, ഈ പ്ലെയിൻ 2ആയിട്ട് തിരിക്കുമ്പോഴേ ആ 2 പ്ലെയിനിലും ഓർഗൻസ് ഉണ്ടാവുമല്ലോ. ആ ഓർഗൻസ് ഉണ്ടാവും. അതിനെ ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്ത് മാറ്റുന്നത്. ഈ പ്ലെയിൻ പാസ് ചെയ്ത് പോകുന്ന ഓർഗൻസും ഉണ്ട്, അല്ലാതുള്ള ഓർഗൻസും ഉണ്ട്. അത് നമ്മൾ സിസ്റ്റം വൈസ് പറയുമ്പോൾ ആ ഒരു ഡിസെക്ഷൻ ആ ഒരു ഏരിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ മെൻഷൻ ചെയ്ത് പോകാം കേട്ടോ. ഒരാളെ നേരെ നിർത്തിയിട്ട് അയാളുടെ ചെവിയുടെയൊക്കെ ഭാഗത്തൂടെ ഒരു വാള് കയറ്റി അപ്പുറം ഇപ്പുറമായിട്ട് മുറിച്ചെടുത്താൽ അതാണ് കൊറോണൽ പ്ലെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ കൈയുടെ തന്നെ ഫ്രണ്ട് ആന്റീരിയർ പാർട്ട് ഒരു പീസിൽ വരും, പോസ്റ്റീരിയർ പാർട്ട് വേറൊരു പീസിൽ വരും. അങ്ങനെ ഒന്ന് സങ്കല്പിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. അങ്ങനെയല്ലേ അല്ല പ്രിയ ഡോക്ടറെ? ആ സർ.
ചെസ്റ്റൊക്കെ ഒരു ഭാഗത്ത് വരും, ബാക്ക് വേറൊരു ഭാഗത്ത് വരും. അങ്ങനെ ഒരാളെ നേരെ നിർത്തിയിട്ട്, മുമ്പേ പറഞ്ഞ അനാറ്റമിക്കൽ പൊസിഷൻ നിർത്തിയിട്ട് ഒരു വാള് വെച്ച് മേളിൽ നിന്ന് ഏതാണ്ട് ചെവിയുടെ ലെവലിൽ രണ്ടായിട്ട് തിരിക്കുന്നു എന്ന് കൺസിഡർ ചെയ്യുക. ഒരു അറുത്തെടുക്കുന്നു, രണ്ടായിട്ട് മുറിച്ചെടുക്കുന്നു എന്ന് കരുതുക. അപ്പോൾ കുറേ ഭാഗം ലങ്സിൻ്റെയൊക്കെ ഫ്രണ്ട് ഭാഗം ഒരു പീസായിട്ട് വരും, ബാക്ക് വേറൊരു പീസായിട്ട് വരും. അപ്പോൾ ഒരു അവയവങ്ങൾ മിക്കവാറും എല്ലാത്തിനകത്തും എല്ലാ അവയവങ്ങളും ഉണ്ടാകും. അങ്ങനെ നമുക്ക് ഇന്നതിനകത്ത് ഇന്നതൊക്കെയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. കണ്ണൊക്കെ അതിൻ്റെ ഫ്രണ്ട് പീസിൽ വരും, പുറകിൽ ഭാഗത്ത് ബാക്ക് പീസിലും വരും. അരുൺലാലിന് അത് മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലായി. ആ ഒരു ലൈനിൽ, ഒരു ചെവിയുടെ ലൈനിൽ, ഏകദേശം ചെവിയുടെ ഭാഗത്ത് വെച്ച് വരും. അതിൻ്റെ ഫ്രണ്ടിലോട്ട് കണ്ണ്, മൂക്ക് ഭാഗമൊക്കെ ഫ്രണ്ടിൽ വരും. അതിൻ്റെ പുറകിൽ വരുന്നത് വേറൊരു പീസും ആവും. അതാണ് കൊറോണൽ പ്ലെയിൻ വരുന്നത്. ഇതൊക്കെ ഒരു ഇമാജിനറി പ്ലെയിൻസ് ആണ്. ഓക്കെ, കാര്യം അനാറ്റമിക്കൽ ഡിസ്ക്രിപ്ഷൻ നടത്താൻ വേണ്ടി നടത്തുന്ന ഒരു പ്ലെയിൻ ഇമാജിനറി ലൈൻസ് ആണ് ഇതൊക്കെ. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ ഇത്? അല്ലെങ്കിൽ ഇപ്പൊ സിംപിളി നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മാങ്ങ ചെത്തുന്നത് ആലോചിച്ച് നോക്കുക. മാങ്ങ അതിന്റെ സീഡ് അതിൽ തന്നെ വെച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു പൂള് ചെത്തിയെടുക്കുന്നത് വിചാരിക്കുക, പകുതിയാക്കി ഒരു പൂള് ചെത്തിയെടുക്കുന്നത്. ആ ഒരു രീതിയിൽ ഡിസെക്ട് ചെയ്യുന്നതാണ് ഈ ഒരു കൊറോണൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സീഡും കൂടെ അതിനകത്ത് വെച്ചിട്ട് നേരെ വെർട്ടിക്കലി നമ്മൾ 2 ഹാഫ് ആക്കുക, നീളത്തിൽ 2 ഹാഫ് ആക്കുക എന്ന് വിചാരിക്കുക. അതാണ് മീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഞെട്ടിക്കൂടല്ലാതെ, ഞെട്ട് കറക്റ്റ് സെന്ററിലായിരിക്കുമല്ലോ വരുന്നത്, ഞെട്ടിക്കൂടല്ലാതെ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ നമ്മൾ നീളത്തിൽ 2 ഹാഫ് ആക്കുന്നു എന്ന് വിചാരിക്കുക. അതാണ് പാരാമീഡിയൻ പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് അല്ലാതെ നമ്മളൊരു 2 പോർഷൻ അല്ലാതെ മുകളിലും താഴെയായിട്ട് നേരെ നടുക്ക് വെച്ചിട്ട് മുകളിലും താഴെയായിട്ട് 2 പോർഷൻ ആക്കുന്നുണ്ടെങ്കിൽ അത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ക്ലിയർ ആണോ പ്ലെയിൻ? ഇനി ജോയിൻസിന്റെ മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസ് ആണ് വരുന്നത്. സോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ആണ്. ഇപ്പൊ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും പറ്റുമെങ്കിൽ നിങ്ങൾ പറയുമ്പോൾ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഫ്ലെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എൽബോ ജോയിന് നമ്മൾ മുകളിലേക്ക് മടക്കുന്നത് ആലോചിക്കുക. കൈമുട്ട് മുകളിലേക്ക് മടക്കുന്നത് ഫ്ലെക്ഷൻ, ആൻഡ് താഴത്തേക്ക് നീർത്തുന്നു, പുള്ളി നിവർത്തണം, അത് എക്സ്റ്റൻഷൻ. സോ അപ്പോൾ ഫ്ലെക്ഷൻ മീൻസ് ബെൻഡ് ചെയ്യുന്നതാണ്, അത് നിവർത്തുന്നതാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അത് കൈമുട്ടിന്റെ കേസിൽ. ഇനി ഷോൾഡറിലാണെങ്കിൽ നമ്മൾ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എങ്ങനെ പറയുക? ഫ്ലെക്ഷൻ എന്ന് പറയുന്നത് ഷോൾഡർ ഫ്രണ്ടിലേക്ക്, കൈ നമ്മൾ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന് മുകളിലേക്ക് ഉയർത്തുന്നത്, അത് ഷോൾഡറിന്റെ ഫ്ലെക്ഷൻ ആണ്. അതേ സെയിം അത് താഴേക്ക് കൊണ്ടുവന്ന് ബാക്കിലേക്ക് കൊണ്ടുവന്നതാണ് ഷോൾഡറിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി നീ ജോയിന്റിലെ ഫ്ലെക്ഷൻ ഇതുപോലെ നമ്മൾ കൈമുട്ടിൽ പറഞ്ഞ പോലെ തന്നെയാണ് കാൽമുട്ടിന്റെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും. നീ ജോയിന്റ് ബാക്കിലേക്ക് മടക്കുന്നത് ഫ്ലെക്ഷൻ, നിവർത്തുന്നത് എക്സ്റ്റൻഷൻ. ഹിപ്പിന്റെ കേസ് ഷോൾഡറിന്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഹിപ്പ് ഫ്രണ്ടിലേക്ക് മുകളിലേക്ക് കൊണ്ടുവരുന്നത് ഫ്ലെക്ഷൻ, അത് അതുപോലെ നീർത്തി ബാക്കിലേക്ക് കൊണ്ടുപോകുന്നത്, സ്ട്രെയിറ്റ് ആയിട്ട് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഹിപ്പിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഫ്ലെക്ഷൻ മീൻസ് ബെൻഡിങ് ആണ്, എക്സ്റ്റൻഷൻ മീൻസ് അത് സ്ട്രെയിറ്റ് ചെയ്യുന്നതിനെയാണ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത 2 മൂവ്മെന്റ് അബ്ഡക്ഷനും അഡക്ഷനും. അപ്പൊ ഈ അഡക്ഷൻ അടുത്തോട്ടെന്ന് ആലോചിക്കുക. അഡക്ഷൻ അടുത്തോട്ട്, അപ്പൊ അബ്ഡക്ഷൻ ദൂരത്തോട്ട്. നമ്മൾ കൈ ബോഡിയുടെ അടുത്തോട്ട് കൊണ്ടുവരുന്നതാണ് അഡക്ഷൻ. അവിടുന്ന് ഇങ്ങനെ ലാറ്ററലി നീളത്തിൽ നിവർത്തുന്നതാണ് അബ്ഡക്ഷൻ എന്ന് പറയുന്നത്. സോ അഡക്ഷൻ അടുത്തോട്ട്, അബ്ഡക്ഷൻ ദൂരത്തോട്ടെന്ന് ആലോചിക്കുക. ഇത് ലാറ്ററൽ ഫ്ലെക്ഷൻ, ബോഡി ഫുള്ളായിട്ട് ഒരു സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്നത്, അതാണ് ലാറ്ററൽ ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഇനിയൊരു മൂവ്മെന്റ് ആണ് മീഡിയൽ റൊട്ടേഷനും ലാറ്ററൽ റൊട്ടേഷനും. മീഡിയൽ റൊട്ടേഷൻ എന്ന് വെച്ചാൽ കൈമുട്ട് നമ്മൾ ബെൻഡ് ചെയ്തിട്ട് ബോഡിയുടെ അടുത്തോട്ട് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതാണ് മീഡിയൽ റൊട്ടേഷൻ. മീഡിയൽ നമ്മൾ നേരത്തെ പറഞ്ഞു, റിലേറ്റഡ് ടു നമ്മുടെ മിഡ് ലൈനിന്റെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ മീഡിയൽ എന്ന് പറയും, ദൂരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അതിനെ ലാറ്ററൽ എന്ന് പറയും.
സോ അപ്പോൾ കൈമുട്ട് മടക്കിയിട്ട് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് മീഡിയൽ റൊട്ടേഷൻ, അത് തിരിച്ച് ദൂരത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നത് ലാറ്ററൽ റൊട്ടേഷൻ. മീഡിയൽ റൊട്ടേഷനും ലാറ്ററൽ റൊട്ടേഷനും. ഇത് ഫിംഗേഴ്സിന്റെ അഡക്ഷനും അബ്ഡക്ഷനും ആണ്. അഡക്ഷൻ എന്ന് പറയുമ്പോൾ കയ്യിലെ ഫിംഗേഴ്സ് നമ്മൾ അടുപ്പിച്ച് പിടിക്കുന്നതാണ് അഡക്ഷൻ എന്ന് പറയുന്നത്. അതിങ്ങനെ വിടർത്തി പിടിക്കുന്നതാണ് ഫിംഗേഴ്സിന്റെ അബ്ഡക്ഷൻ. ആ ഫിഗറിനകത്ത് ആ ഒരു ആരോ കാണിച്ചിട്ടുള്ളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി സൂപ്പിനേഷൻ പ്രൊണേഷൻ എന്ന് പറയുന്ന മൂവ്മെന്റ്. അപ്പോൾ സൂപ്പിനേഷൻ അല്ലെങ്കിൽ സുപ്പൈൻ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സുപ്പൈൻ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ആന്റീരിയർ പാർട്ട് മുകളിലേക്ക് ഫേസ് ചെയ്ത് വരുന്ന, നമ്മൾ മലർന്ന് കിടക്കുന്ന പൊസിഷൻ ഇല്ലേ, അതിനാണ് നമ്മൾ സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുന്നത്. തിരിച്ച് പ്രോൺ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കമന്ന് കിടക്കുന്ന ആ ഒരു പൊസിഷൻ. അപ്പൊ സുപ്പൈൻ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സുപ്പിനേഷൻ എന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് സുപ്പിനേഷൻ. പ്രൊണേഷൻ എന്ന് വെച്ചാൽ പുറകിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ എൽബോ ജോയിന്റിന്റെ അവിടെ നിന്ന് കൈ പുറകിലേക്ക് തിരിക്കുന്ന ആലോചിക്കുക. ഷോൾഡർ അത് തിരിക്കല്ല, എൽബോ ജോയിന്റിന്റെ അവിടെ നിന്ന് ഹാൻഡ് പുറകിലേക്ക് തിരിക്കുന്നു. അപ്പൊ അതാണ് പ്രൊണേഷൻ. ശരിക്കും അവിടെ നമ്മുടെ റേഡിയസ് ആ ഒരു ബോൺ മൂവ് ചെയ്തിട്ടാണ്, റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു മൂവ്മെന്റ് വരുന്നത്. നമ്മുടെ ജോയിന്റിന്റെ മൂവ്മെന്റിനകത്ത് ക്ലിയർ ആയിട്ട് പറയാട്ടോ. അപ്പൊ പ്രൊണേഷൻ ആ ഒരു കൈമുട്ടിന്റെ അവിടെ നിന്ന് ഹാൻഡ് ബാക്കിലേക്ക് തിരിക്കുന്നതാണെന്ന് ആലോചിക്കുക. ദെൻ കൈപ്പത്തി ഫ്രണ്ടിലേക്ക് ഫേസ് ചെയ്യിക്കുന്നു, തിരിച്ച് നേരെ കൈപ്പത്തി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് സുപ്പിനേഷൻ എന്ന് പറയുന്നത്. സോ സുപ്പിനേഷനും പ്രൊണേഷനും. സുപ്പിനേഷൻ മീൻസ് ഫോറാമിന്റെ മീഡിയൽ റൊട്ടേഷൻ. നമ്മൾ ഈ പറഞ്ഞ പോലെ മിഡ് ലൈനിന് അടുത്തേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതാണ്. അല്ല പ്രിയ ഡോക്ടറെ, ഞാൻ ഒന്ന് പറയാം. പ്രീസ്റ്റ് പ്രൊണേറ്റ്സ് എന്നാണ് പറയുന്നത്. പ്രീസ്റ്റ് അതായത് പള്ളിയിൽ അച്ഛന്മാര് അല്ലെങ്കിൽ പുരോഹിതന്മാര് കൈകൊണ്ട് അനുഗ്രഹിക്കുന്ന പൊസിഷനാണ് പ്രൊണേഷൻ. പ്രീസ്റ്റ് പ്രൊണേറ്റ്സ് എന്ന് ഓർത്തിച്ചാൽ മതി. അതിന് നേരെ ഓപ്പോസിറ്റ് ബെഗർ സുപ്പൈനേറ്റ്സ്. ഭിക്ഷക്കാര് കൈ നീട്ടി ചോദിക്കുന്നതിനാണ് സുപ്പൈനേഷൻ. കൈയുടെ മൂവ്മെന്റ് ആണ് ഞാൻ പറഞ്ഞത്. അത് വെച്ച് ബോഡി മൊത്തത്തിൽ ഓർക്കാൻ പറ്റും. ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ പറയാം. പ്രീസ്റ്റ് പ്രൊണേറ്റ്സ് മനസ്സിലായല്ലോ. പ്രീസ്റ്റ് ഇല്ലെങ്കിൽ പുരോഹിതന്മാര് ഇല്ലെങ്കിൽ നമ്മൾ രക്ഷകർത്താക്കളൊക്കെ പ്രൊണേറ്റ് ചെയ്യാണ്, അനുഗ്രഹിക്കുന്നത്. ആ മൂവ്മെന്റ് ആണ് പ്രൊണേഷൻ. നേരെ ഓപ്പോസിറ്റ് ബെഗർ സുപ്പൈനേറ്റ്സ്. അങ്ങനെ ഓർത്തേച്ചാൽ മതി. അത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. മനസ്സിലായല്ലോ. ഹാൻഡിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. കൈ നീട്ടി ഭിക്ഷ ചോദിക്കുന്ന പൊസിഷനാണ് സുപ്പൈനേഷൻ. നേരെ ഓപ്പോസിറ്റ് കൈ മടക്കി അനുഗ്രഹിക്കുന്ന പ്രീസ്റ്റ് ചെയ്യുന്ന ജോലി പ്രൊണേഷൻ ആണ്. PR വെച്ച് ഓർത്താൽ മതി. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ സർ. അപ്പൊ സൂപ്പിനേഷൻ പ്രൊണേഷൻ ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി സർക്കംഡക്ഷൻ. സർക്കംഡക്ഷൻ മീൻസ് റൊട്ടേറ്റ് ചെയ്യിക്കുന്നതാണ്. നമ്മൾ ഷോൾഡർ വെച്ചിട്ട് കൈ റൊട്ടേറ്റ് ചെയ്യിക്കുന്ന ആ ഒരു മൂവ്മെന്റ് ആണ് സർക്കംഡക്ഷൻ. സർക്കുലാർ മോഷൻ, കൈക്ക് സർക്കുലാർ മോഷൻ കൂടുക. കൈക്ക് എന്ന് പറയുമ്പോൾ ഷോൾഡർ ജോയിന്റ് ആലോചിക്കുക. ഷോൾഡർ ജോയിന്റിന്റെ അവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കുന്നതിനെയാണ് സർക്കംഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ഇൻവേർഷനും ഇവേർഷനും. ദെൻ ഇത് പതോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് കേട്ടോ. ചില കണ്ടീഷൻസ് വരുമ്പോൾ ഫൂട്ട് ഇതുപോലെ ഇങ്ങനെ തിരിഞ്ഞു പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇൻവേർഷനും ഇവേർഷനും. ഇൻവേർഷൻ ഇൻവേർഡ്, ഇൻ ആലോചിക്കുക. ഇൻവേർഷൻ ഇൻവേർഡ്, ഫൂട്ട് അകത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ്, തിരിച്ച് പുറത്തേക്ക് തിരിഞ്ഞിരിക്കുന്നതാണ് ഇവേർഷൻ. സോ ഇപ്പൊ ഇൻവേർഷൻ ഫൂട്ടിന് ഇൻവേർഡ് ആയിരിക്കുന്നതാണ്. ഇൻവേർഷൻ ഫൂട്ട് എക്സ്റ്റേണലി പുറത്തേക്ക് ഔട്ട്സൈഡ് തിരിക്കുന്നതാണ് ഇവേർഷൻ. സോ ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ടേംസ് എന്ന് പറയുന്നത്. സോ അപ്പൊ ഇത് പറയാൻ പറ്റുന്നു നോക്കൂ കേട്ടോ. ഇതേതാണ് മൂവ്മെന്റ്? സുപ്പിനേഷൻ. ഒന്നുകൂടെ നോക്കിയാൽ ഏതാണ് മൂവ്മെന്റ്? എൽബോ ജോയിന്റ് ബെൻഡ് ചെയ്തെടുത്തിരിക്കുമല്ലേ? ഫ്ലെക്ഷൻ. ഫ്ലെക്ഷൻ ആണ്. എൽബോ ജോയിന്റ് ഇങ്ങനെ നമ്മൾ ബെൻഡ് ചെയ്തെടുക്കുന്നതാണ് ഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഇതേതാണ് മൂവ്മെന്റ്? എക്സ്റ്റൻഷൻ. എക്സ്റ്റൻഷൻ. ഓക്കെ. ഇതേതാണ്? അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ അല്ല. അബ്ഡക്ഷൻ അടക്ഷൻ ഇനി വരും.
ഇത് നോക്കുക, നേരെ ഇതുപോലെ നമ്മൾ ബെൻഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഒരു ആംഗിൾ വന്നിരിക്കുന്നത് കണ്ടോ, അത് മാർക്ക് ചെയ്ത് കാണിച്ചത് റെഡ് ലൈൻ. ഇതുപോലെ ഷോൾഡർ ജോയിന് നമ്മൾ ബെൻഡ് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ ഷോൾഡറിന്റെ ഫ്ലെക്ഷൻ ആണ് ആ മൂവ്മെന്റ്. നേരത്തെ നമ്മൾ കണ്ടത് എൽബോയുടെ ഫ്ലെക്ഷൻ ആണ്, ഇപ്പൊ കാണിച്ചിരിക്കുന്നത് ഷോൾഡറിന്റെ ഫ്ലെക്ഷൻ ആണ്. എഗെയിൻ ഇത് ഏതാണ് മൂവ്മെന്റ്? ഒരു ആംഗിൾ കൂടി കൂടി വരുന്നുണ്ട്. Extension. എക്സ്റ്റൻഷൻ ആണ്. ഏതിന്റെ എക്സ്റ്റൻഷൻ ആണ്? ഷോൾഡറിന്റെ ഷോൾഡറിന്റെ എക്സ്റ്റൻഷൻ ആണ്. Shoulder extension. ഇത് എക്സ്റ്റൻഷൻ ആണ് കേട്ടോ. മാക്സിമം എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് ഈ ഒരു മൂവ്മെന്റ്. ഓക്കെ, ഇത് ഏതാണെന്ന് നോക്കൂ. സുപ്പിനേഷൻ. സുപ്പിനേഷൻ ഇതല്ല, ഇത് ഫ്ലെക്ഷൻ ആണ്. റിസ്റ്റിന്റെ ഫ്ലെക്ഷൻ, റിസ്റ്റിന്റെ എക്സ്റ്റൻഷൻ. ഇത് ഫിംഗറിന്റെ ഫ്ലെക്ഷൻ ആണ്. സുപ്പനേഷനും ഒരു പൊസിഷനാണ്, മറ്റേത് എക്സ്റ്റൻഷനും ഫ്ലെക്ഷനും എല്ലാം മൂവ്മെന്റ്സും ആണ്. സുപ്പനേഷൻ എന്ന് പറയുന്ന ഒരു പൊസിഷനാണ്, അത് ഓർക്കണം. സുപ്പൈൻ പൊസിഷനിൽ ബോഡി സുപ്പൈൻ പൊസിഷൻ അല്ലെങ്കിൽ ഹാൻഡ് സുപ്പൈൻ പൊസിഷൻ എന്ന് പറയുന്നതാണ്. ഈ സുപ്പനേഷനും പ്രൊണേഷനും പൊസിഷൻസ് ആണ്. മറ്റേത് ഈ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫ്ലെക്ഷൻ എക്സ്റ്റൻഷൻ എന്നൊക്കെ പറയുന്ന മൂവ്മെന്റ്സും ആണ്. അത് തമ്മിൽ തിരിഞ്ഞു പോകാതിരുന്നാൽ മതി, അതാണ് സംശയം വരുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ കാണിച്ചത് ഫിംഗറിന്റെ ഫ്ലെക്ഷനും എക്സ്റ്റൻഷനും ആണ്. ഇത് ഇന്റർഫലാഞ്ചൽ ജോയിന്റ്സിന്റെ ഫിംഗറിന്റെ തന്നെ. ഇതേതാണോ മൂവ്മെന്റ്? അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ ആണ്. കൈ ബോഡിയുടെ അടുത്തുനിന്ന് ദൂരത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, അത് അബ്ഡക്ഷൻ. ഇതേതാണ് മൂവ്മെന്റ്? അഡക്ഷൻ. അഡക്ഷൻ. ഇതേതാണ് മൂവ്മെന്റ്? ഫിംഗേഴ്സ് അബ്ഡക്ഷൻ ആണ്. ഫിംഗറിന്റെ അബ്ഡക്ഷൻ ആണ്. ഫിംഗർ ദൂരത്തേക്ക് കൊണ്ടുപോയേക്കില്ലേ, ഇത് ഫിംഗറിന്റെ അഡക്ഷൻ ആണ്. ഇത് ഓരോ ഫിംഗറിന്റെ അഡക്ഷൻ അബ്ഡക്ഷൻ ആട്ടോ കാണിക്കുന്നത്. തമ്പിന്റെ അബ്ഡക്ഷൻ ആണ്. ജസ്റ്റ് ഇതുപോലെ തന്നെ കാലിന് മൂവ്മെന്റ് ഉണ്ടെന്ന് ആലോചിക്കുക. ഏതാണ് മൂവ്മെന്റ്? അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ ആണ്. റിസ്റ്റിന്റെ അബ്ഡക്ഷൻ ആണ്. റിസ്റ്റ് ആണ് അവിടെ മൂവ് ചെയ്തിരിക്കുന്നത്, റിസ്റ്റിന്റെ അബ്ഡക്ഷൻ. ഇതേതാണ്? സർക്കംഡക്ഷൻ. സർക്കംഡക്ഷൻ. ഓക്കെ, ഇതേതാണ്? അബ്ഡക്ഷൻ. അബ്ഡക്ഷൻ ഓഫ് എൽബോ. അബ്ഡക്ഷൻ അല്ലേ ഇത് റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ. ഓക്കെ, എൽബോ നമ്മളിങ്ങനെ നോക്കാം, അവിടെ ബോഡിയോട് ചേർന്ന് തന്നെയാണ് കൈ ഇരിക്കുന്നത്. അപ്പൊ അബ്ഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ബോഡിയിൽ നിന്ന് ദൂരത്തേക്ക് പോകണം കൈ, പക്ഷെ കൈ അവിടെ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. ഇത് ഏതാണ് മൂവ്മെന്റ്? എക്സ്റ്റൻഷൻ. റൊട്ടേഷൻ, ലാറ്ററൽ റൊട്ടേഷൻ. നേരത്തെ നമ്മൾ കണ്ടത് തന്നെ ലാറ്ററൽ റൊട്ടേഷൻ. തിരിച്ച് ബോഡിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത് മീഡിയൽ റൊട്ടേഷൻ. മീഡിയൽ റൊട്ടേഷൻ. ഇത് കാലിന്റെ ലാറ്ററൽ റൊട്ടേഷനും മീഡിയൽ റൊട്ടേഷനും ആണ് കേട്ടോ കാണിക്കുന്നത്. സുപ്പിനേഷൻ പ്രൊണേഷൻ ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ. യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കൂ സൂപ്പിനേഷൻ പ്രൊണേഷൻ മൂവ്മെന്റ്സ് കാണാനേ.
ക്ലിയർ ആണോ അപ്പൊ മൂവ്മെന്റ്സ് ഒക്കെ? എന്തെങ്കിലും ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? ക്ലിയർ ആണോ ഇതുവരെ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആരും ഒന്നും പറയുന്നില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്യാം, കുഴപ്പമില്ല. ക്ലിയർ ആണ് മിസ്. ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. ടേംസ് പോസ്റ്റീരിയർ, ഇപ്സിലാറ്ററൽ ആൻഡ് സുപ്പൈൻ മീൻസ്. ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയിട്ട് പറയൂ. ഇതിന്റെ മീനിങ് എന്താണ്? പോസ്റ്റീരിയർ, ഇപ്സിലാറ്ററൽ ആൻഡ് സുപ്പൈൻ. Posterior dorsal opposite side lying on the back. ഒന്നും കൂടെ. ഓപ്ഷൻ 4 ആണ്. ഓപ്ഷൻ 4. Oh, ശരി. ഓപ്ഷൻ 4 ആണ് ആൻസർ. ഓക്കെ, പോസ്റ്റീരിയർ മീൻസ് എന്താണ്? പുറകുഭാഗത്തിന് പറയുന്നത്. ബാക്ക് ആണ് അല്ലേ? അപ്പൊ അതേതാണ്? ഡോഴ്സൽ ആണ് വരിക. ഡോർസൽ. അതിന്റെ ഓപ്പോസിറ്റ് ഏതാ വരിക? സെയിം സൈഡ് ആണ്. വെൻട്രൽ. ഇപ്സിലാറ്ററൽ എന്താണ്? സെയിം സൈഡ്. സെയിം സൈഡ്. കോൺട്ര ആലോചിക്കുക. കോൺട്ര മീൻസ് ഓപ്പോസിറ്റ് അല്ലേ? അപ്പൊ കോൺട്രാലാറ്ററൽ ഓപ്പോസിറ്റ് ആണ്. അതിന്റെ ഓപ്പോസിറ്റ് ടേം ഇപ്സിലാറ്ററൽ. ഇപ്സിലാറ്ററൽ മീൻസ് സെയിം സൈഡ്. ഇനി നമ്മൾ സുപ്പൈൻ മീൻസ് മലർന്ന് കിടക്കുന്നത് അതല്ലേ? അപ്പൊ ലൈങ് ഓൺ ബാക്ക്. അപ്പൊ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വേർഡ് കോഡൽ ഇസ് എ ഡയറക്ഷണൽ ടേം ദാറ്റ് ഇൻഡിക്കേറ്റ്. നമ്മൾ പറഞ്ഞില്ല കോഡൽ ശരിക്കും. ആൻസർ ചെയ്യാമോ കോഡൽ എന്താണെന്ന്? Away from head. ഓക്കെ, അപ്പൊ ഇതാണ് കോഡൽ. കോഡൽ അല്ലെ? കോഡൽ എന്ന് പറയുന്നത് ടെയിൽ എൻഡിനോട് ചേർന്ന് വരുന്ന പോർഷനാണ് നമ്മൾ കോഡൽ എന്ന് പറയുന്നത്. അപ്പം എവേ ഫ്രം ഹെഡ് ആണ് കോഡൽ. ടുവേഴ്സ് ദ ഹെഡ് അല്ലെ? ഹെഡ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ സെഫാലിക് അല്ലെ ക്രേനിയൽ എന്ന് പറയും. ടുവേഴ്സ് ദ ഹെഡ് സെഫാലിക് അല്ലെങ്കിൽ ക്രേനിയൽ. ടുവേഴ്സ് ദ ടെയിൽ അല്ലെ എവേ ഫ്രം ദ ഹെഡ് ആണ് കോഡൽ എൻഡ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്രണ്ട് പോർഷൻ വെൻട്രൽ, ബാക്ക് പോർഷൻ ടോഴ്സൽ. അപ്പോൾ സെഫാലിക് കോഡൽ ഓപ്പോസിറ്റ് ആണ്. സെഫാലിക് ഹെഡിന്റെ ആ ഒരു ഏരിയ, ടെയിലിന്റെ ഏരിയ ആണ് കോഡൽ. ഫ്രണ്ട് പോർഷൻ വെൻട്രൽ, ബാക്ക് പോർഷൻ ടോഴ്സൽ. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അനാറ്റമിക്കൽ പ്ലെയിൻ ദാറ്റ് ഡിവൈഡ്സ് ദ ബോഡി ഇൻടു ഈക്വൽ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഹാഫ്. മീഡിയൻ പ്ലെയിൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഹാൻഡ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഡാഷ് എൻഡ് ഓഫ് ദ ഫോറാം. ഹാൻഡ് മീൻസ് കൈപ്പത്തി. ഫോറാമിന്റെ ഓക്കെ ഡിസ്റ്റൽ എൻഡിലാണല്ലേ വരുന്നത്? അതെ, ഡിസ്റ്റൽ ആണ്. ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അപ്പൊ എല്ലാം ക്ലിയർ ആണല്ലോ അല്ലേ ഇതുവരെയുള്ള എല്ലാം? എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ?